പുഷ്പ 2 റിലീസ് ദിവസം തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച കേസിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുനെ റിമാൻഡ് ചെയ്തു. നാമ്പള്ളി കോടതി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, ഈ കേസ് തന്നെ റദ്ദാക്കണമെന്നായിരുന്നു അല്ലു അർജുന്റെ ആവശ്യം. പക്ഷേ അത് കോടതി പരിഗണിക്കുന്നില്ല, അത് തള്ളുന്നു, റിമാൻഡിലേക്ക് പോകുന്നു. സ്വാഭാവികമായും ജയിലിലേക്കൊക്കെ കൊണ്ടുപോകുക എന്നത് ഇത്രയേറെ താരപിന്തുണയുള്ള ഒരു നടനെ സംബന്ധിച്ചിടത്തോളം പോലീസിനും വലിയ വെല്ലുവിളിയല്ലേ? തീർച്ചയായിട്ടും വലിയ വെല്ലുവിളിയാണ്. കാരണം ഈ കേസ് ഇപ്പോൾ ഒരേ സമയം രണ്ട് കോടതിയിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഉണ്ടായിരുന്നത്. അതായത് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത റിമാൻഡ് അപേക്ഷയുമായിട്ട് നാമ്പള്ളി കോർട്ടിൽ ഒരു കേസ് നടക്കുന്നു. ഒപ്പം തന്നെ അല്ലു അർജുൻ ഈ കേസിൻ്റെ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈദരാബാദ് ഹൈക്കോർട്ടിൽ ഒരു കേസ് കൂടി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നാമ്പള്ളി കോടതിയുടെ വിധിയാണ് ആദ്യം വന്നിരിക്കുന്നത്. നാമ്പള്ളി കോടതി വിധി അനുസരിച്ചാണ് എങ്കിൽ അല്ലു അർജുനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ 14 ദിവസത്തേക്ക് അല്ലു അർജുനെ റിമാൻഡ് ചെയ്യണമെന്ന് നാമ്പള്ളി കോടതി ജഡ്ജ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അല്ലു അർജുനെ ജയിലിലേക്ക് മാറ്റുമെന്നാണ് അറിയുന്നത്. ചഞ്ചൽഗുഡ ജയിലിലേക്കായിരിക്കും അല്ലു അർജുനെ മാറ്റുന്നത്. സമാനമായ രീതിയിൽ ഇതേ സമയത്ത് തന്നെ ഇവിടെ തെലങ്കാന ഹൈക്കോടതിയിലും കേസ് നടക്കുന്നുണ്ട്. ഈ FIR തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലു അർജുൻ നടത്തുന്ന കേസിൻ്റെ അല്ലു അർജുൻ നൽകിയ ഹർജിയിലെ വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഷാറൂഖ് ഖാനുമായി ബന്ധപ്പെട്ട് നേരത്തെ റയീസ് ചിത്രത്തിൻ്റെ ഒരു റിലീസുമായി ബന്ധപ്പെട്ട് ഷാറൂഖ് ഖാൻ ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരു തിക്കിലും തിരക്കിലും പെട്ട് അപകടമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അല്ലു അർജുൻ്റെ ഭാഗത്തു നിന്നുള്ള വാദം നടക്കുന്നത്. എന്തായാലും അല്ലുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ്. ഈ കേസിൽ താൻ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ തിക്കും തിരക്കും ഉണ്ടാക്കി, അല്ലെങ്കിൽ തൻ്റെ ഒരു അറിവോടുകൂടി, അല്ലെങ്കിൽ താൻ ഉദ്ദേശിച്ച തരത്തിലല്ല ഈ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ള വാദമായിരുന്നു അല്ലു അർജുൻ ആദ്യം തന്നെ മുന്നോട്ട് വെച്ചത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ കേസ് റദ്ദാക്കണമെന്ന് അല്ലു അർജുൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ വലിയ അപ്രതീക്ഷിതമായ നീക്കമാണ് ഹൈദരാബാദ് പോലീസിൽ നിന്നുണ്ടായത്. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു നീക്കം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ തിയേറ്റർ ഉടമകൾ, സന്ധ്യ തിയേറ്റർ ഉടമകൾ, അതിന്റെ ചില ഭാരവാഹികളെ ഒരു കാര്യം, ഈ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹൈക്കോടതിയിലെ ഹർജി, അതിൽ എപ്പോഴത്തേക്കായിരിക്കും വിധി വരിക? അങ്ങനെയെങ്കിൽ ഈ ജയിലിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടി വരിക, അല്ലെങ്കിൽ റിമാൻഡ് എന്നതൊക്കെ അപ്രസക്തമായി മാറില്ലേ? ആ ഹർജിയിൽ ഒരു അനുകൂല വിധി അല്ലു അർജുൻ ഉണ്ടായാൽ, ലഭിച്ചാൽ? ഗോകുൽ, അത് തന്നെയാണ് ഈ രണ്ടാമത്തെ ഹർജി. അതായത് ഹൈക്കോടതിയിൽ ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലു അർജുൻ നൽകിയിട്ടുള്ള ഹർജിയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കേസിൽ ഒരു അനുകൂല വിധി ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അല്ലു അർജുന് ജയിലിലേക്ക് പോകേണ്ടി വരില്ല. പക്ഷേ ഈ ശ്രദ്ധിക്കേണ്ടത്, ഈ കേസ് 4 മണിക്കേ പരിഗണിക്കുകയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് ഹൈദരാബാദ് പോലീസ് അല്ലു അർജുനെ അധികം ചോദ്യം ചെയ്യാതെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയായിരുന്നു, കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലു അർജുനെ ജയിലിലേക്ക് കൊണ്ടുപോകണം. തങ്ങൾ അപ്രതീക്ഷിതമായി നടത്തിയ ഒരു നീക്കം, അത് അല്ലു അർജുൻ ജയിലിൽ എത്തുന്നത് വരെ തുടരണം, അത് ഒരേ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യം ഈ പോലീസിനുണ്ടായിരുന്നു. ഒപ്പം തന്നെ തെലങ്കാന സർക്കാരും പോലീസിന്റെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു പിന്തുണ പോലീസിന് ലഭിച്ചിരുന്നു, നിർദ്ദേശം ലഭിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അല്ലു അർജുനെ എന്തായാലും രാവിലെ അറസ്റ്റ് ചെയ്തതും പിന്നാലെ വിടാതെ പിന്തുടർന്നുകൊണ്ട് ഈ 4 മണിക്ക് ഈ കേസ് പരിഗണിക്കുമെന്നിരിക്കെ അല്ലു അർജുനെ വേണമെങ്കിൽ അതിനൊക്കെ ശേഷം നാമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാമായിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ കോടതിയിൽ ഹാജരാക്കുന്നു. ഇപ്പോൾ എന്തായാലും അറസ്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു തരത്തിൽ റിമാൻഡ് ചെയ്യാമെന്നുള്ളൊരു കാര്യം കൂടി വിധി അനുകൂലമായി പോലീസിന് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും ജയിലിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അല്ല എന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ ഈ ഹൈദരാബാദ് ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൻ്റെ ഒരു ഇടക്കാല ഉത്തരവെങ്കിലും കോടതിയിൽ നിന്നുണ്ടാകണം. പക്ഷേ അത്തരത്തിലൊരു ഉത്തരവ് നിലവിൽ കോടതിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഈ അല്ലു അർജുൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകർ പ്രധാനമായും വാദിച്ചത്, നേരത്തെ 2-ാം തീയതി തന്നെ ഇത്തരത്തിൽ അല്ലു അർജുൻ ഈ ഷോയ്ക്ക് എത്തുമെന്ന് കാണിച്ചുകൊണ്ട് പോലീസിന് ഒരു അപേക്ഷ തിയേറ്റർ ഉടമകൾ നൽകിയിരുന്നു. സന്ധ്യ തിയേറ്ററിൽ 2 ദിവസം അല്ലു അർജുനും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും ഒക്കെ എത്തുമെന്ന് കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസ് പോലീസ് ഗൗനിച്ചില്ല. അത് മുൻനിർത്തിയായിരുന്നു ഒരു വാദമുണ്ടായത്. പക്ഷേ കോടതി ഇപ്പോൾ അംഗീകരിക്കുന്നത് അല്ലു അർജുൻ അറിയിക്കാതെയാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത്. അവിടെ ഒരു സ്ത്രീ മരണപ്പെട്ടു, 35
55 വയസ്സുള്ള ഒരു സ്ത്രീ മരിച്ചു. ഒപ്പം തന്നെ 2 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതുകൊണ്ട് തന്നെ അല്ലു അർജുന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായി എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ കോടതി എത്തിയിരിക്കുന്നത്. അത് നാമ്പള്ളി കോടതിയാണ് അത്തരത്തിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെ ഈ തെലങ്കാന ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഇതിന്റെ ഒരു വിധി ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ തന്നെ ഇതിലൊരു വിധി ഉണ്ടാകുമെന്നാണ് നാമ്പള്ളി കോടതിയുടെ വിധി അനുസരിച്ച് അല്ലു അർജുനെ ജയിലിലേക്ക് മാറ്റണം, റിമാൻഡിലാണ്. പക്ഷേ ഹൈക്കോടതിയിൽ ഈ FIR തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലു അർജുൻ സമീപിച്ചിരിക്കുന്നുണ്ട്. ഒരു ഹർജിയുണ്ട്. അതിൽ അനുകൂലമായ തീരുമാനമുണ്ടായാൽ മാത്രമേ മറിച്ചെന്തെങ്കിലും സംഭവിക്കുള്ളൂ. അല്ലാത്ത പക്ഷം അല്ലു അർജുൻ ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ട തിയേറ്ററിലെത്തുമ്പോൾ അവിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും ഒരു സ്ത്രീ മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ നടൻ അല്ലു അർജുനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്.